ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എൻ്റെ മന്ത്ലി ഫേവറേറ്റ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഒത്തിരി നാൾക്ക് ശേഷമാണല്ലേ ഒരു മന്ത്ലി ഫേവറേറ്റ് ചെയ്യണത്. എനിക്ക് തോന്നുന്നു ഒരു 1 year ബാക്കാണ് ഞാൻ ലാസ്റ്റ് മന്ത്ലി ഫേവറേറ്റ്സ് ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ ഇങ്ങനെ മന്ത്ലി ഫേവറേറ്റ്സ് ചെയ്യണം. അതാകുമ്പോഴേക്കും നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമെന്ന് പറയുന്നില്ല, പക്ഷെ എന്നാലും എനിക്ക് കാണിക്കാൻ മാത്രമുള്ള കുറേ പ്രോഡക്റ്റ്സ് ആകുമ്പോഴേക്കും ചെയ്യണമെന്ന് വിചാരിക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഞാൻ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് മാത്രമല്ല കാണിക്കണത്, എല്ലാം നമ്മുടെ ഇനിയുള്ള മന്ത്ലി ഫേവറേറ്റ്സിൽ ഞാൻ അങ്ങനെ എല്ലാ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് എൻ്റെ ലൈഫിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കാമെന്ന് ഓർക്കണേ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തേതായതുകൊണ്ട് എനിക്ക് കൈ കിട്ടുന്ന കുറച്ച് സംഗതികളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം വന്നിട്ട് ഈ ഒരു സംഗതിയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് മസാല ചായൻ്റെ പ്രീമിക്സ് ആണ്. അതായത് ഈ പ്രീമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഓഫീസിലാണ്, അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ചായ കുടിക്കാൻ തോന്നി, അതായത് പാൽ ചായ, കട്ടൻ ചായ അല്ല, കട്ടൻ ചായ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ പാലൊന്നും ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കാൻ നിങ്ങൾക്ക് ഫ്രിഡ്ജ് അങ്ങനെയൊന്നുമില്ല, പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാൻ തോന്നി, ഭയങ്കര തലവേദന എടുത്തിരിക്കുകയാണ്, അപ്പോൾ ഒരു ചായ കുടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സംഗതി യൂസ്ഫുൾ ആയിരിക്കും. ഇത് എങ്ങനത്തെ സാഷയിലാണ് വരണേ, ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. ഇത് 36 എണ്ണത്തിൻ്റെ ആണ്. ഇത് നമ്മളിങ്ങനെ പൊട്ടിക്കുക, എന്നിട്ട് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിലോട്ട് ഇടുക, എന്നിട്ട് കുറച്ച് അതിനകത്തോട്ട് ചൂട് വെള്ളം ഒഴിക്കുക, അപ്പോഴേക്കും നമുക്ക് ചായ റെഡി. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കി കുടിക്കുന്ന ആ ഒരു നല്ല കടുപ്പുള്ള ആ ഒരു സ്ട്രോങ് അടിപൊളി ചായയുടെ ഒരു ഫീൽ ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായ കുടിച്ച് ഒത്തിരി പാലില്ലാത്ത മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പാൽപ്പൊടി ഇട്ട് ചായ കുടിച്ച് ശീലമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. എനിക്കിത് ഇഷ്ടമാണ് ഒന്നും ഇല്ലാത്ത സമയത്ത്. ഇപ്പോൾ നമുക്ക് പാലിവിടെ ഇപ്പം ഞാൻ സ്റ്റുഡിയോയിലാണ് മെയിനായിട്ട് വെച്ചിട്ടുള്ളത്. ഓൾറെഡി ഞാൻ ഒരു ചെറുതൊരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ട് അത് ഫുള്ള് തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വലുതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. വലിയൊരു പാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്നുള്ള ഭയങ്കര ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തോ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചൊക്കെ ഭയങ്കര ടയേർഡായി തല ഇങ്ങനെ പെരുത്തിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥയിൽ നമുക്കിങ്ങനെ ഒരു ചൂടുള്ള ഒരു ചായ കുടിക്കുമ്പോഴേക്കും ഒരു രസം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും കുടിക്കാനായിട്ട് ഞാൻ പറയില്ല, അതല്ലാതെ നമുക്കിങ്ങനെ അത്യാവശ്യ സമയങ്ങളിൽ വേണമെന്ന് തോന്നുമ്പോഴേക്കും കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതെനിക്ക് ഈ ഒരു ബ്രാൻഡാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്, ഗിർണർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. ഇതിൻ്റെ ഈ മസാല ചായ വേരിയൻ്റാണ് ഞാൻ എടുത്തിട്ടില്ല, അതല്ലാതെ ഉണ്ട് കേട്ടോ. ജിഞ്ചർ ടീ ഉണ്ട്, പിന്നെ ഏലക്ക, അങ്ങനെ കുറച്ച് വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ചെറുത് നമുക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ആമസോണിലാട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി അടുത്ത എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ഈ ഒരു വാട്ടർ ബോട്ടിലാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു യമണ്ടൻ വാട്ടർ ബോട്ടിലാണ്. അതിപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ യൂസ് ചെയ്യാം. അത് 2 ലിറ്ററിൻ്റെ. പക്ഷെ ഞാൻ അതും കൊണ്ടിട്ടായിരുന്നു സ്റ്റുഡിയോയിലോട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ വലിയ കുപ്പി കൊണ്ടുവന്നുകൊണ്ടിരുന്നപ്പോഴേക്കും അതിൽ നിന്ന് ഞാൻ വെള്ളമോട്ട് കുടിക്കത്തുമില്ല. അതിങ്ങനെ പൊക്കി നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അത് വലിയ കുപ്പി, അതുകൊണ്ട് എനിക്ക് ഇവിടെ വയ്ക്കാനായിട്ടും പറ്റില്ല ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും. അപ്പോൾ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇപ്പോൾ നിങ്ങൾ ഓഫീസിലോ കോളേജിലൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണ്ട, അത്രയും വെയിറ്റ് ഉള്ളത്. നമ്മൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 2 കുപ്പിയായിട്ടാണ് ഇപ്പോൾ ഞാൻ കുടിക്കണത്. ഇവിടെ വരുമ്പോഴേക്കും ഞാൻ ഇത് ഫുള്ളായിട്ട് തീർക്കും, എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് വീട്ടിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ ഇത് തീരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ടാണ് കുടിക്കണം. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള കുപ്പിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത്, ചരിക്കുമ്പോണ്ടല്ലോ ചെറുതായിട്ട് ഇതിൽ നിന്ന് വെള്ളം പോകണ്ട. അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആട്ടെ. ഇതിന് നല്ല റേറ്റിംഗ് ഉള്ള കുറച്ച് പൈസ കൂടുതലുണ്ടായിരുന്ന ഒരു കുപ്പി ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കണേ. കാരണം അത് കുറച്ചും കൂടി ആളുകൾ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വില കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിലെ പിശുക്കി ഉണർന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇച്ചിരി വില കുറഞ്ഞത് നോക്കി മേടിച്ചാൽ. അപ്പോൾ എന്താ വെച്ചാൽ ഇച്ചിരി ഇങ്ങനെ കാണിക്കുമ്പോഴേ ഇപ്പോഴൊന്നുമില്ല, ചില സമയങ്ങളിൽ ചെറുതായിട്ട് ലീക്ക് വരാറുണ്ട്. ഇനി അടുത്ത എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം വന്നിട്ട് ഈ കാണുന്ന ജ്വല്ലറി ബോക്സ് ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഈയിടെയായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു ഐറ്റമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എൻ്റെ എല്ലാ കമ്മലുകളും, അത്യാവശ്യം വേണ്ട എല്ലാ കമ്മലുകളും ഞാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ കുറേ കമ്മലുകൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോഴേക്കും എനിക്ക് കമ്മൽ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ ഇതാകുമ്പോഴേക്ക് ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാം. ഇതാണ് ഞാൻ ഇപ്രാവശ്യം നമ്മൾ ഒരു 10 day ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നില്ല, ആ ട്രിപ്പ് പോയപ്പോഴും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സംഗതിയാണ് കേട്ടോ. ഇതാകുമ്പോൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്മലുകൾ, മാല, വളരെ
ഇടാൻ പറ്റത്തില്ല. മാല കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. കുറച്ചുകൂടി വലുതാണ്, എന്നാൽ ടൂ മച്ച് ബിഗും അല്ല. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് കോമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ പെട്ടിക്കകത്തും ബാഗിനകത്തൊക്കെ ഇരിക്കുന്ന ഒരു ഐറ്റം. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ എല്ലാ ജ്വല്ലറീസും വെക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താ അറിയോ, ഇതിൻ്റെ ക്ലിപ്പ് നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇത് മാത്രമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. കണ്ടോ, ഈ ഒരെണ്ണം മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. വീട്ടിൽ ബാക്കി ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് മാത്രം കൊണ്ടുപോകാം. വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി വെച്ചിട്ട് 2 തട്ടായിട്ട് കൊണ്ടുപോകാം. അങ്ങനെ നമുക്ക് ഓൾട്ടർ ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. ഇനി എൻ്റെ അടുത്തത് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം വന്നിട്ട് ഈ കാണുന്ന ഹെയർ ഡ്രയർ ആണ് കേട്ടോ. ഇത് വാഹ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഹെയർ ഡ്രയർ ആണ്, അർഗൻ ഹെയർ ഡ്രയർ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് അന്നക്കുട്ടിയുടെയാണ് കേട്ടോ, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര വെൽ പാക്ഡ് ആയിട്ട് കാണുന്നത്. എൻ്റെ ആയിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ ഇപ്പോഴത്തെ കാട്ടിലെറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് അച്ചരം പിച്ചരം അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കും. ഇത് നല്ല കറക്റ്റ് ഓർഡറിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. വാറണ്ടി പേപ്പർ സഹിതം അതിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ടോ, ഇത് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ളതാണ്. കണ്ടോ, ഭയങ്കര രസമില്ലേ കാണാനായിട്ട്, ഭയങ്കര കുഞ്ഞിതാണ്. നമുക്കിത് ബാഗിൽ കൊണ്ടുപോകാം. ഇത് ഇങ്ങനെ നിവർത്തുമ്പോൾ കണ്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡിഫ്യൂസറും കിട്ടും. അപ്പോൾ നിങ്ങളുടെ കേളി ഹെയർ ആണെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഫ്യൂസ് ചെയ്യാം. ഞാൻ കൂടുതലും ഈ ഭാഗമാണ് ഇതിൻ്റെ യൂസ് ചെയ്യാറുള്ളത്. ഡിഫ്യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടോ, കാരണം ഇതിനകത്ത് നമുക്ക് ഹോട്ടായിട്ടുള്ള കാറ്റും വരും, കൂളായിട്ടുള്ള കാറ്റും വരും. ഇതിനകത്ത് 3 സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഹീറ്റ് നമുക്ക് 3 ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാം. വരുന്ന കാറ്റ് നമുക്ക് 3 ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഇതിൻ്റെ ലിങ്ക്. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നൊരു സംഗതിയാണ്. ഞാനിത് മേടിച്ചതല്ല, പക്ഷെ എന്നെക്കുട്ടി കുറച്ചുകൂടി നല്ലോണം നോക്കി കുറേ അന്വേഷിച്ചൊക്കെ മേടിച്ചു തന്നു. ഞാനിത് ഇങ്ങനത്തെ ഒരു ഐറ്റം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ മടക്കി വയ്ക്കാൻ പറ്റുന്ന ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ നല്ല ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എൻ്റെ കയ്യിലുള്ളത് ആനമുണ്ടം വലിപ്പത്തിലുള്ളത്, അതെവിടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നന്നായിട്ട് മുടി ഉണക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ നെക്സ്റ്റത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം. ഇനി അടുത്ത നമുക്കിനി ബ്യൂട്ടി ഐറ്റംസിൽ എൻ്റെ ഈ മാസത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈ കാണുന്ന ഷവർ ജെല്ലാണ് കേട്ടോ. അതെങ്ങനെയാണ് ഇതിരിക്കണത്, ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ യൂക്കാലിപ്സ് ആൻഡ് ലാവൻഡർ റേഞ്ചിനകത്ത് വരുന്ന ഷവർ ജെല്ലാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം, ഇത് നമുക്ക് ദേഹത്തിടുമ്പോഴേക്കും നല്ലൊരു ക്ലെൻസറാണ്. അതായത് അഴുക്കൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനേക്കാട്ടിലുപരി ഇത് നിങ്ങൾക്കൊരു ഇങ്ങനൊരു തെറാപ്പി പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ നല്ലൊരു കാമിങ് ആയിട്ടുള്ള അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ് കേട്ടോ അതിനുള്ള. ഇത് വരുമ്പോഴേ, ഈ മണം വരുമ്പോൾ എൻ്റെ ബ്രെയിൻ സെൻസ് ചെയ്യണം എന്താ അറിയോ, വരൂ ഉറങ്ങ്, റിലാക്സ് ചെയ്യ്, നമ്മുടെ ദിവസം തീരാറായി എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഇതിൻ്റെ മണം വരുമ്പോഴേക്ക് ഫീൽ ചെയ്യണേ. അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള റിലാക്സിങ് ആയിട്ട് സ്പാ കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ്. ലേസ്ലി ജോസഫ് എന്നെ ഇവിടെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ആ മുറി പോയിരിക്കും. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ ഇട്ട് കാണിക്കുമ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ കേട്ടോ ഫീൽ ചെയ്യണേ. ആ ഒരു റിലാക്സ് ചെയ്യുമോ, നമുക്കിങ്ങനെ ചില സ്മെല്ലുകൾ വരുമ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മ വരില്ല. അതുപോലെ എനിക്ക് ഈ മണം വരുമ്പോഴേക്കും എൻ്റെ ബ്രെയിൻ സെൻസ് ചെയ്യണത് റിലാക്സ് ചെയ്യൂട്ടി, റിലാക്സ് ചെയ്യൂ എന്നുള്ളൊരു ഫീലാണ് എനിക്കിത് വരുമ്പോൾ കിട്ടണത്. ഭയങ്കര അങ്ങനത്തെ റിലാക്സിങ് രീതിയിലുള്ളൊരു മണമാണ് കേട്ടോ ഇതിനുള്ളത്. ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം. ഇനി നെക്സ്റ്റ് വൺ നിങ്ങളുടെ കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് വെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബൂസ്റ്റ് ബൗൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേളിംഗ് മൂസാണ് കേട്ടോ. 2 സ്ട്രോങ്ങിനകത്തുള്ളത്, അതായത് ഹോൾഡ് 2-നകത്തുള്ള. ഈ കാണുന്ന എന്താ പറയുക, നിങ്ങളുടെ മുടിയിൽ കിട്ടുന്ന ഹോൾഡാണ് കേട്ടോ. ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേൾ പാറ്റേൺ നിൽക്കണ രീതിയാണ് കേട്ടോ ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ മൂസ് നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള ആളുകൾക്കായിരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറയാം. നിങ്ങളുടെ വേവി കൈൻഡ് ഓഫ് ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മൂസ് നല്ലതായിരിക്കും. കാരണം ഇതിനൊരു എന്താ പറയുക, വെയിറ്റ് ഉണ്ടാവില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ടാവും നമുക്ക് മുടിയിലിടുമ്പോഴേക്കും. അപ്പം അങ്ങനെ നിങ്ങൾ നല്ലൊരു മൂസ് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്, കേൾ എൻഹാൻസിങ് മൂസ്. പിന്നെ ഞാൻ അങ്ങനെ വലിയ ഓർഡറിലല്ല കേട്ടോ കാണിക്കണേ, കാരണം എനിക്ക് കാണിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ചവറ് പുറക്കി പോലെ ഇങ്ങനത്തെ സാധനത്തിനകത്താണ് ഇട്ട് വെച്ചിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് കയ്യിൽ കിട്ടണത് വയസ്സാണ് എടുത്ത് കാണിക്കണേ കേട്ടോ. ഇനി അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ്. ഇതൊരു റബ്ബർ ബാൻഡാണ്. റബ്ബർ ബാൻഡ് മീൻസ് നമുക്കിങ്ങനെ കാണിച്ചു തരാം. ഇതിങ്ങനത്തെ റബ്ബർ ബാൻഡ് കണ്ടോ,
ഇതിങ്ങനത്തെ റബ്ബർ ബാൻഡാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇത് നല്ല കട്ടിയുണ്ട്, നല്ലോണം വലിയുകയും ചെയ്യും. ഇത്രയും ചെറിയ ഹെയർ ബാൻഡ് ഇത്രയും വലിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. എൻ്റെ ഹെയറിൽ എനിക്ക് അങ്ങനെ ചെറുതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ ഇങ്ങനത്തെ വലുതാണ് എൻ്റെ ഹെയറിൽ എനിക്ക് നല്ലത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വലിയൊരു ഡബ്ബ മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതെനിക്ക് ഭയങ്കര 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 യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. 99 റുപ്പീസ് എന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കണേ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അടുത്ത എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷനാണ് കേട്ടോ. ഈ കാണുന്ന വിഷ് കെയർ വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ബോഡി ലോഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സൺസ്ക്രീനുമാണ് ബോഡി ലോഷനായിട്ടും എഫക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വെളിയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഫേസിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമല്ലോ, പക്ഷെ നമ്മൾ ബോഡിയിലൊന്നും യൂസ് ചെയ്യാറില്ല. മീൻസ് ബോഡിയിൽ സൺ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമ്മളങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ബോഡിയിൽ ഇടാനായിട്ട് നല്ലതാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. എന്നാൽ 50 SPF പ്രൊട്ടക്ഷനും തരുന്ന ഒരു സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ഇനി അടുത്ത വന്നിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷാംപൂ കണ്ടീഷണർ റേഞ്ചാണ് കേട്ടോ. ഈ കാണുന്ന ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ റൈസ് വാട്ടർ ഏഞ്ചലിക്ക സീഡിനകത്ത് വരുന്ന കേൾ ഇല്ലെങ്കിൽ വേവ് ഹെയർ ടൈപ്പ് ഉള്ള ആളുകൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഷാംപൂ കണ്ടീഷണറാണ്. ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആക്കാണ്ട് നമ്മുടെ മുടി ക്ലീൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. സ്പെഷ്യലി എനിക്ക് ഇവരുടെ ഈ കണ്ടീഷണർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി അടുത്ത വന്നിട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നല്ലേ ഈ പ്രോഡക്റ്റ് ഞാൻ ഇത്രയും കണ്ട് യൂസ് ചെയ്യുമെന്ന്. ഇത് ഒലാപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബോണ്ട് സ്മൂത്തർ ലീവ് ഇൻ സ്റ്റൈലിംഗ് ട്രീറ്റ്മെൻറ്റ് ആഡ് മോയ്സ്ചർ സ്ട്രെങ്തനിങ് റെഡ്യൂസ് ഫ്രിസ് ഫോർ അപ് ടു 72 hours എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു ലീവ് ഇൻ കണ്ടീഷണറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഷാംപൂ കണ്ടീഷണർ മാസ്ക് ഒക്കെ ഇട്ടതിന് ശേഷം കുളി കഴിഞ്ഞ് നമ്മൾ മുടിയൊക്കെ തോർത്തത്തില്ലേ, തോർത്തി കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയിലൊരു അഡീഷണൽ സ്മൂത്തനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് നിങ്ങളുടെ ഇപ്പം എൻ്റെ ഇവിടെ കണ്ട ഇങ്ങനത്തെ ഈ ഒരു ഫ്രിസിനെസ് ആണ് എൻ്റെ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രിസിനെസ് ഇല്ലാണ്ട് ഇതേപോലെ ഒന്ന് ഒതുക്കി നിർത്താനായിട്ട് ഈ പ്രോഡക്റ്റ് ഹെൽപ്പ് ചെയ്യും. അതായത് ഇത് നമ്മൾ എടുക്കുക, എന്നിട്ട് കുറച്ച് വെള്ളമായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ അതിലോട്ട് ഇങ്ങനെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കേളി ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രഞ്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടി നല്ല രസമായിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. മുടി ചീവരുത് കേട്ടോ. ചീവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ പ്രോഡക്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ട് ബ്രേക്ക് ആകുമ്പോഴേക്കും നിങ്ങളുടെ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ ചീവി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അതല്ലാതെ പക്കാ സ്ട്രെയിറ്റ് അല്ലാത്ത ഒരു ചെറിയ വേവിനെസ് ഉള്ള ഹെയർ ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും. നിങ്ങളുടെ ആ ഒരു ഫ്രിസിനെസ് ഉള്ള ടെൻഡൻസി ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് ഇടുമ്പോഴേക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നന്നായിട്ട് മുടി സ്മൂത്ത് ആയിട്ട് കിടക്കണ പോലെ തോന്നും. ഞാനിതിപ്പോൾ മിക്കപ്പോഴും ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതിൻ്റെ തന്നെ ഒരു ബോണ്ട് റിപ്പയർ ക്രീമുണ്ട്, അതും ഭയങ്കര രസമാണ്. ഇനി അടുത്ത നിങ്ങളുടെ നല്ല ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്, കേളി വേവി ഹെയർ ആണ്, നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചർ ഉള്ള ഒരു ഹെയർ മാസ്ക് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി മേടിക്കാവുന്ന ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ ഇത് ഡവിൻ്റെ ബ്യൂട്ടിഫുൾ കേൾസ് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ വരുന്ന ഹെയർ ഡീപ്പ് മോയ്സ്ചറൈസിങ് മിറാക്കിൾ മാസ്ക് ആണ്. എനിക്ക് തോന്നുന്നു ഞാനിത് മുന്നേ എപ്പോഴോ കാണിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ എത്രാമത്തെ ഡപ്പയാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല, അത്രയും ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, ഒരുപാട് നാളായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നതാണ്, കുറേ ഡബ്ബാസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു മാസ്ക് എനിക്ക് വേറെ തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേറെ ഓൾട്ടർനേറ്റീവ് വേണമെന്നുണ്ടെങ്കിൽ BBluntൻ്റെ ഒരു ആഷ് കളറിലുള്ള ഒരു മാസ്ക് ഉണ്ട്. അത് ഏകദേശം ഇതേപോലെ തന്നെയാണ്. അതിനെക്കാട്ടിലും ഇത് ഇച്ചിരി കൂടി ഡീപ്ലി മോയ്സ്ചറൈസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ മുടി ഇങ്ങനെ വെയിറ്റ് തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാസ്ക് യൂസ് ചെയ്യാം. ഇതിന് കുറച്ചിങ്ങനെ വെയിറ്റ് തോന്നിക്കുക, എനിക്ക് എൻ്റെ മുടിയിൽ ഇത്തിരി വെയിറ്റ് തോന്നിക്കണത് എനിക്കിഷ്ടമാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ പറന്ന് കിടക്കുക. അപ്പം അങ്ങനത്തെ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിനാകുമ്പോൾ വലിയ റേറ്റും ഇല്ല കേട്ടോ. അല്ലാട്ട് ഇതിന് റേറ്റ് ഉണ്ട്, 599 രൂപ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കാം. ഇത് ഞാൻ എപ്പോഴും ഒരു തവണ മേടിച്ചപ്പോൾ തീരെ എനിക്ക് റേറ്റ് കുറവായിട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ വില കൂട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇനി അടുത്ത ഞാൻ കാണിച്ചു തരുന്നത് ഒരു മോയ്സ്ചറൈസിങ് സ്റ്റിക്കാണ് കേട്ടോ. ഇത് സോ ട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് സ്റ്റിക്കാണ്. ഇതിപ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പോൾ ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ മോയ്സ്ചറൈസർ ഒന്നും ഇടാൻ അത്ര ഇഷ്ടമുള്ളവരില്ലല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, പാച്ചസ് ഒക്കെ ആയിട്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടും. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇങ്ങനെ കയ്യിലെടുത്തിടാനുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനത്തെ ഒരു സ്റ്റിക്ക് ഫോമിലാണ് കേട്ടോ വരണേ. ഇത് നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ഫേസിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോറി, ഇതെൻ്റെ ഇച്ചിരി പൊട്ടിക്കിടക്കാണ്, ഇത്രയും കൂടെ ഉള്ളൂ എനിക്കിനി തീരാനായിട്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമുക്കിങ്ങനെ
ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു കൂളിംഗ് സെൻസേഷൻ ഉണ്ടാവും. അതുപോലെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് അയ്യോടാ സ്റ്റക്കായി പോയാ അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ഞാൻ രണ്ടാമതൊരെണ്ണം മേടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇത് ആദ്യം മേടിച്ചപ്പോൾ ഇത് എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതെനിക്ക് ഇത്തിരി ഇങ്ങനെ ഓയിലി ആക്കണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഫേസ് ഇച്ചിരി ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്കിത് നന്നായിട്ട് ഇഷ്ടമാണ്. അതാണ് ഇത് ഇടുമ്പോൾ തന്നെ കണ്ടോ, ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഭാഗം തന്നെ അറിയണില്ല, ഇടുമ്പോൾ തന്നെ നല്ലോണം വന്നിട്ട് അങ്ങനെ അബ്സോർബ് ചെയ്ത് പോകുന്ന ഒരു മോയ്സ്ചറൈസിങ് സ്റ്റിക്കാണ്. ഇതിനകത്ത് 3% ഹൈലറോണിക് ആസിഡ് ഓൾ വെതർ സൂപ്പർ ഹൈഡ്രേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ടൂ മച്ച് ഓയിലി അക്നി പ്രോൺ സ്കിൻ ആണെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്യാൻ പറയില്ല. അതല്ലാതെ ഏത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണെങ്കിലോ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആണല്ലോ വേറെ ഏത് കൈൻഡ് ഓഫ് സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് ഞാൻ കാലിലും കയ്യിലും ബോഡിയും കഴുത്തിലും എല്ലായിടത്തും ഇടുന്ന ഒരു സ്റ്റിക്കാണ് കേട്ടോ. ഇനി അടുത്ത് വന്നിട്ട് ഈ കാണുന്ന ഒരു ഓയിലാണ് കേട്ടോ. ഇത് എന്താ എൻ്റെ ബ്രാൻഡ്? അൻവയ. ഇത് അൻവയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒഹോബ ഓയിലാണ്. ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സിറത്തിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ 1-2 ഡ്രോപ്പ് എടുത്ത് ഞാൻ കയ്യിൽ ഇങ്ങനെ ചെയ്തിട്ട് ഹെയറിൽ സിറത്തിന് പകരമായിട്ട് യൂസ് ചെയ്യും. ഈ സിറം നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യണം നല്ലതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറം യൂസ് ചെയ്യാം. സിറം യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയിൽ ഒരുപാട് ബിൽഡപ്പ് ഉണ്ടാക്കും നമ്മൾ പ്രോപ്പർലി റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഹെയറിനൊന്ന് മോയ്സ്ചർ ലോക്ക് ചെയ്ത് നിർത്തണമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു പർപ്പസിനായിട്ട് ഈ ഒരു ഓയിൽസ് യൂസ് ചെയ്യാം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽസ്, ഈ ഒരു ബ്രാൻഡിൻ്റെ എന്നല്ല ഏതെങ്കിലും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ ഒക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എൻ്റെ സിറത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം, ഞാൻ അവിടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അത് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഏതൊക്കെ ഹെയർ ടൈപ്പ് ഉള്ളവർക്ക് എങ്ങനത്തെ സിറം യൂസ് ചെയ്യാം, സിറം എങ്ങനെയാണ് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സിറത്തിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടു നോക്കണം. ഇനി അടുത്ത വന്നിട്ട് നിങ്ങളുടെ ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. കോസാറെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ടോണറാണ് കേട്ടോ. പലരും എന്നോട് ചോദിക്കാറുള്ളതാണ് നമ്മൾ ടോണർ എന്തിനാണ് യൂസ് ചെയ്യണേന്ന്. ടോണർ നമ്മുടെ സ്കിന്നിനെ ഒരു നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ആ ഒരു pH ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ pHനെ തിരിച്ചു കൊണ്ടുവരിപ്പിക്കാനായിട്ട് ഈ ഒരു ടോണർ നല്ലതാണ്. പിന്നെ ഈ സ്പെഷ്യൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് AHA ആൻഡ് BHA ക്ലാരിഫയിങ് ട്രീറ്റ്മെൻറ്റ് ടോണറാണ്. ഇത് നമ്മുടെ ഫേസിന് ഒരു മൈൽഡ് ഒരു എക്സ്ഫോലിയേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിത് കോട്ടണിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ ഫുള്ളായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി റബ്ബ് ചെയ്യാം, കണ്ണിൽ പോവാണ്ട്. നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസിൽ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ കാണുന്ന ബയോഡെർമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഗ്ലൈക്കോളിക് നൈറ്റ് പീലാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ പീല് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംഗതിയാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഫേസിൽ ഇട്ട് കഴിയുമ്പോഴേക്കും ഫേസ് നന്നായിട്ട് ഇങ്ങനെ എക്സ്ഫോലിയേറ്റ് ആവും. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുള്ളത് ഡാർക്ക് സ്പോട്ട്സ് അല്ലല്ലോ, ഈ കാണുന്ന മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നല്ലോണം റിമൂവ്. നമുക്കിങ്ങനെ തൊടുമ്പോഴേക്ക് നല്ല ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ ഡെയിലി ബേസിസിൽ സൺസ്ക്രീൻ ഇടണം കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഗ്ലൈക്കോളിക്കിൻ്റെ ഫേസ് സിറം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ഇതേപോലെ തന്നെ എഫക്റ്റ് ആണ് കിട്ടുന്നത്. ഇത് കുറച്ചും കൂടി ജെൻറ്റിലാണെന്ന് എനിക്ക് തോന്നിയിട്ട്. ഇനി അടുത്ത എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ട്രിമ്മറാണ് കേട്ടോ. ഇത് ബോംബെ ഷേവിങ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ട്രിമ്മറാണ്. ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, ഈയിടെയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. നോർമൽ ട്രിമ്മർ എങ്ങനെയാണോ വർക്ക് ചെയ്യണത് അതേപോലെ തന്നെയാണ് ഈ ട്രിമ്മർ വർക്ക് ചെയ്യണത്. ഇങ്ങനെ തിരിക്കുമ്പോൾ ഹെയർ നന്നായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് റിമൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു പാക്കിനകത്താട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് ഈ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമുക്ക് പുരികം ത്രെഡ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് ഉണ്ട്. പിന്നെ ഇതിനൊരു ഇങ്ങനത്തെ ഒരു ക്യാപ്പ് ഉണ്ട്, നല്ലോണം ഹെയറി ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യാൻ. ഇത് നമുക്ക് നമ്മുടെ ഡൗൺ ദർ ഏരിയ ക്ലീൻ ആക്കാൻ യൂസ് ചെയ്യാം, അണ്ടർ ആം ക്ലീൻ ആക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഈ ട്രിമ്മർ യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ട്രിമ്മർ യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒത്തിരി ഡാർക്ക്നെസ് ഫീൽ ചെയ്യില്ല. പിന്നെ ഹെയർ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു വരില്ല ഷേവ് ചെയ്യണത് പോലെ. അപ്പം അങ്ങനത്തെ ഇതിന് ട്രിമ്മർ വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ ഇനി പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. അത് ഒത്തിരി വലിയ വീഡിയോ ആയി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെർമാക്കോടെ 1% ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ അക്വാ ജെല്ലി യൂസ് ചെയ്യാം. ഇത് എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്ക് നല്ല കേട്ടോ. നിങ്ങളുടെ ഓയിലി സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും ഇതിൽ 1% ഹൈലറോണിക്കേ ഉള്ളൂ, എന്നാൽ ഇതൊരു ജെൽ ബേസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അങ്ങനെ ഒട്ടും നമുക്ക് സ്കിന്നിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെയോ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവില്ല. നന്നായിട്ട് ഈസിലി നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡായി പോണ പോലത്തെ ഒരു ഫോമുലയാണ് കേട്ടോ ഇതുള്ളത്.
വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ അതിനൊട്ട് സ്റ്റിക്കിയൊന്നുമല്ല. പിന്നെ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ ഇത് ഞാൻ ഒരു തവണ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അക്വലോജിക്കയുടെ ഈ ഒരു ഗ്ലോ പ്ലസ് റേഞ്ചിൽ വരുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ നല്ലൊരു മോയ്സ്ചറൈസർ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ ഈ ഡോക്ടർ ഷെത്തിൻ്റെ സീക്ക ആൻഡ് സെറാമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ നല്ലതാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇത് എൻ്റെ കുട്ടിയുടെ ബാഗിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ്. അത് മാറ്റി വെച്ചേക്കാം തിരിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ അടുത്ത് വന്നിട്ട് നിങ്ങൾ നല്ലൊരു ഫേസ് മാസ്ക് നോക്കി നടക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നെസ് വേണം, നെക്സ്റ്റ് ഡേ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ വിറ്റമിൻ സി ക്ലേ മാസ്ക്. ഇത് നമുക്ക് ഫേസിനൊരു ഓയിലൊക്കെ പെട്ടെന്ന് എടുത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കിയിട്ടുള്ള പോലത്തെ ഒരു ഫീൽ തരുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു മാസ്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ നിങ്ങൾ നല്ലൊരു സിറം നോക്കുന്നുണ്ടെങ്കിൽ, അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു സിറം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രക്സിൻ്റെ ഹെയർ സിറം യൂസ് ചെയ്യാവുന്നതാണ്. ഇത് എന്താണ് വൈറ്റലൈസ്ഡ് വിത്ത് വാൾനട്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നോർമലായിട്ടുള്ള മറ്റേ സിറത്തിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക്, അതായത് ഇടുമ്പോഴേക്കുള്ള പെർഫോമൻസ് വൈസ് കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്കിത് തോന്നിയിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ നല്ലൊരു കോണ്ടോർ സ്റ്റിക്ക് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലൂ ഹെവൻ്റെ ഈ ഒരു കോണ്ടോർ ആൻഡ് ഹൈലൈറ്റിംഗ് സ്റ്റിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ, ഇത് ഇതേപോലത്തെ ഇങ്ങനെ ഒരു കോണ്ടോർ സ്റ്റിക്കാണ്. നേരത്തെ ഞാൻ ഇൻസൈറ്റിൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതും നല്ലതാണ് കേട്ടോ, ഇൻസൈറ്റിൻ്റെ നല്ലതാണ്, ഇതും നല്ലതാണ്. ഇത് നമുക്ക് ഇനി മൂക്കൊക്കെ കോണ്ടോർ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നി ഇങ്ങനത്തെ സ്റ്റിക്ക് ആകുമ്പോഴേക്കും. കണ്ടോ നല്ലൊരു രസമായിട്ട് കോണ്ടോർ ചെയ്യാം. പിന്നെ ഈസിലി ബ്ലെൻഡ് ആവും. കണ്ടോ കൈകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വയ്ക്കുമ്പോഴേക്കും ഈസിലി ബ്ലെൻഡായി പോകും ഈ ഒരു കോണ്ടോർ സ്റ്റിക്ക്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തൊരു ഹൈലൈറ്റർ ഉണ്ട്. ആ ഹൈലൈറ്റർ എനിക്ക് അത്ര കണ്ട് അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഹൈലൈറ്റർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മൂക്കിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് അത്ര കണ്ട് അങ്ങനെ വർക്കിംഗ് അല്ല. എനിക്കത്ര ഷെയ്ഡ് അത്ര ഇഷ്ടമല്ല. കണ്ടോ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് ഈ ഒരു കോണ്ടോർ സ്റ്റിക്കാണ് കേട്ടോ ഇതിൻ്റെ ഇഷ്ടമുള്ളത്. പിന്നെ നിങ്ങൾ നല്ലൊരു ലിപ്പ് പ്ലംബർ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞു ചുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലിപ്പ് ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ വീർത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ടു ഫേസിൻ്റെ ലിപ്പ് ഇഞ്ചക്ഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ഭയങ്കര നമ്മുടെ ചുണ്ടിനിങ്ങനെ ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരും, ഒരു പൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് വീർപ്പിച്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു, ശരിക്കും അത് പറഞ്ഞാൽ ലിപ്പ് ഇഞ്ചക്ഷൻ കൊടുക്കണ പോലെ തന്നെ എഫക്റ്റാണ്. ഞാൻ ഈ ഒരു ഇപ്പോൾ പൊള്ളാൻ തുടങ്ങും ഇവിടെ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കണ്ടോ നമ്മുടെ വീഡിയോ എൻ്റെ ആകുമ്പോഴേക്കും ഇച്ചിരി ചുണ്ടിങ്ങനെ ഒന്ന് വീർത്തിരിക്കണ പോലത്തെ ഒരു ഫീൽ വരും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തീരെ കുഞ്ഞു ചുണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ നല്ലൊരു ബ്ലഷ് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കെ ബ്യൂട്ടിയുടെ ഈ ഒരു ക്രീം ബ്ലഷ് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ കയ്യിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ടോ സ്പഞ്ച് വെച്ചിട്ടോ ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഭയങ്കര രസമായിട്ടുള്ളതാണ് കേട്ടോ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇൻസൈറ്റിൻ്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എവിടെയോ വെച്ച് ഇത് എടുക്കാനായിട്ട് കാണുന്നില്ലായിരുന്നു, എവിടെ വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട്, അത് നല്ലതാണ്. ഇതിൻ്റെ അത്രയും നല്ലതാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ അത് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ന്യൂഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ ബ്ലഷ് ഉണ്ട്. സ്റ്റിക്ക് ബ്ലഷാണ്, ക്രീം ബ്ലഷ്. ഇത് സൂപ്പറാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. നിങ്ങൾ നല്ലൊരു ബ്ലഷിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാവുന്ന ഒരു ബ്ലഷാണിത്. ഇത് ഭയങ്കര രസമുള്ളതാണ്. എസ്പെഷ്യലി ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ ഡസ്കി ഡീപ്പ് സ്കിൻ ടോണുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നോട്ടി ആൻഡ് സ്പൈസി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനത്തെ ഒരു പിങ്കാണ്, എന്നാൽ ഒരു ടൂ മച്ച് പിങ്ക് അല്ല, ഒരു ഡസ്കി പിങ്ക് പോലത്തെ. ഞാൻ ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ ഡയറക്റ്റ്ലി ഫേസിലോട്ട് ബ്ലഷ് ഇടാനായിട്ട് പറയില്ല, നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ പാടാം. അപ്പോൾ ഇങ്ങനെ കയ്യിൽ ഈ ഒരു ഷെയ്ഡ്, ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പട്ട ഷെയ്ഡാണ്, പക്ഷേ ഇത് ഫേസിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര രസമുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു ഒരു ബ്ലഷാണ് കേട്ടോ. ഒരു ഗ്ലോയിനെസ് നമുക്ക് ഫേസിൽ കൊണ്ടുവരും, ഒരു നാച്ചുറലായിട്ട് ഫീൽ ചെയ്യും. മാറ്റ് ബ്ലഷൊക്കെ ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫേസിൽ ബ്ലഷ് ഇട്ടിട്ടുണ്ടെന്ന് അറിയും, പക്ഷെ ഇങ്ങനത്തെ ഗ്ലോയിങ് ആയിട്ടുള്ള ബ്ലഷാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ ബ്ലഷ് ഇട്ടിട്ടില്ല, നമ്മുടെ ഇൻസൈഡിൽ നിന്നുള്ള ഒരു ഗ്ലോ ആണെന്നുള്ളൊരു ലുക്ക് വരും. ഇങ്ങനെ മൂക്കിലും കൂടി ഇടുകയാണെങ്കിൽ അതൊന്നും ഇങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് നിൽക്കും. ഭയങ്കര രസമായിട്ടുള്ള ഒരു ബ്ലഷാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ചിങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ എൻ്റെ ചുണ്ടിത്തിരി എനിക്ക് തോന്നുന്നുണ്ടോ?
ഇങ്ങനെ ആയില്ലേ, അങ്ങനെ ആകും. അപ്പോൾ നിങ്ങൾ കുഞ്ഞു ചുണ്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത് ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രം ഒന്ന് ഒരു പ്ലംഡ് എഫക്റ്റ് കിട്ടാൻ, അതല്ലെങ്കിൽ നമ്മുടെ മറ്റേ സിനിമയിൽ പശു ഉമ്മച്ച പോലത്തെ അങ്ങനെ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ എന്താ കുതിര ഉമ്മച്ച പോലത്തെ ഒരു ഫീല് വരും. അപ്പോൾ ഇതാണ് എൻ്റെ മന്ത്ലി ഫേവറേറ്റ് വീഡിയോ. കുറച്ച് വലിയ വീഡിയോ ആയി പോയി തോന്നുന്നു അല്ലേ. ഇനി നെക്സ്റ്റ് ടൈം മുതൽ ഞാൻ കുറച്ചുകൂടി ഷോർട്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ് അല്ലേ കാണിക്കാൻ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ഇത്രയും പ്രോഡക്ട്സ് കാണിക്കണം എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇത് നമുക്ക് ഏതെങ്കിലും സെയിലിൻ്റെ സമയത്ത് ഇത് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ സാറില്ല, ഇനി ഏതെങ്കിലും സെയിൽ വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് മേടിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ വ്ളോഗിങ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലിപ്പോൾ ഞാൻ ഡെയിലി അല്ല, ആഴ്ചയിൽ വീഡിയോസ് ഇടാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് ഞാൻ ഒരു വർഷത്തോളം വീഡിയോ ഇടാതിരുന്നത് കൊണ്ട് അതിനിപ്പോൾ നോട്ടിഫിക്കേഷൻ പോവാറില്ല. മാത്രമല്ല ഞാനത് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും സിംപ്ലി ഉണ്ണി വ്ളോഗ്സ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ചാനൽ പോലും വരുന്നില്ലായിരുന്നു. ഇപ്പോൾ ചാനലൊക്കെ വരുത്തുന്ന രീതിയിൽ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കാം കേട്ടോ. കുറേ പേര് ഇങ്ങനെ വീഡിയോസ് ഇട്ട് എവിടെ ട്രിപ്പ് പോയ വീഡിയോ എവിടെയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് കമൻസിൽ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോട്ടിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കണും കൂടി എനേബിൾ ചെയ്യാം. ഓക്കെ, ബൈ.